ഇന്ന് കർക്കിടകം 9 കമ്പരാമായണം 9-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 8 ഭാഗങ്ങളിലായിട്ട് നമ്മൾ കമ്പരാമായണത്തിലെ വിശേഷങ്ങളൊക്കെ പഠിച്ചു. പ്രാഥമികമായിട്ടുള്ള പാഠങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ ആയിട്ടുണ്ട്. കമ്പരാമായണത്തെ കേൾക്കാനുള്ള ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് വാക്കുകളാണ് ബ്രഹ്മദേവൻ, പുലസ്ത്യൻ, വിശ്രവസ്, കൈകസി, സുമാലി, ശ്ലേഷ്മാതകവനം, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നൊരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്ലേഷ്മാതക വനത്തിലാണ് രാവണാദികൾ ജനിച്ച് വീഴാൻ പോകുന്നത്. ശ്ലേഷ്മാതക വനത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ശ്ലേഷ്മാതക വനത്തിന് ഇനിയൊരു പ്രത്യേകതയുള്ളതാണ്. ഈ മരത്തിന് ഒരു പേരുണ്ട്, വീരമരം. വീരമരം, വീരമരം, 2 വാക്കുകളാണ്. വീരം, മരം, ഈ 2 വാക്കുകളും കൂടെ ചേർന്നിട്ടാണ് വീരമരം. അപ്പോൾ അറിവിൻ്റെ മറ്റൊരു പ്രഭാവമാണ് വീരം. അറിവിൽ നിന്നാണ് നമുക്ക് മനക്കരുത്തുണ്ടാകുന്നത്. അറിവിൽ നിന്നാണ് നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാകുന്നത്. അറിവിൽ നിന്നാണ് നമുക്ക് ഉത്സാഹം ഉണ്ടാകുന്നത്. അപ്പോൾ മനക്കരുത്തുണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഉത്സാഹം ഉണ്ടാവണം. അപ്പോൾ ഇതിന് പഴന്തമിഴിൽ പറയുന്ന ഒരു പേരാണ് തിറൽ. തിറൽ തിറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടവ് മികവെന്നാണ്. അടവ് മികവ്. ഈ അടവ് മികവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് ഈ നൃത്തം പഠിക്കുന്നവരും അതുപോലെ തന്നെ ഈ ആയോധന കലകൾ പഠിക്കുന്നവരുമൊക്കെ പറയുന്നതും അതുപോലെ രാഷ്ട്രീയക്കാർ പറയുന്നതുമായിട്ടുള്ളൊരു വാക്കാണ് ഈ അടവ് മികവെന്ന് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ ഇതുണ്ടെങ്കിൽ മാത്രമേ നിത്യാഭ്യാസങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ വീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അടവ് മികവ്. അടവ് മികവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ അടവ് മികവ് ഉണ്ടായാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് മാനസികമായിട്ടുള്ള ധൈര്യം കൂടും, മനക്കരുത്ത് കൂടും, ഉത്സാഹം കൂടും. അപ്പോഴത്തേക്ക് നമ്മൾ വീരന്മാരായിട്ട് ഭവിക്കും. അത് അറിവിൻ്റെ വീരന്മാർ ആകാം, അതുപോലെ തന്നെ ആയോധന മുറകളുടെ വീരന്മാരും ആകാം. എന്തിനും എന്ത് വേണം? മനക്കരുത്ത് വേണം, അറിവ് വേണം. അപ്പോൾ വീരം എന്ന് പറയുന്നത് ഒരു മരമാണ്. മരം. വീരത്തിനുള്ളൊരു പ്രത്യേകതയാണ് മരം എന്ന അവസ്ഥ. മരം എന്ന വാക്ക് ഒരു പഴന്തമിഴാണ്. ആ വാക്കിൻ്റെ അർത്ഥം ശൗര്യം എന്നാണ്. മരം എന്ന വാക്കിൻ്റെ അർത്ഥം ശൗര്യം എന്നാണ്. അപ്പോൾ അറിവുള്ളവന് മാത്രമേ എന്തുണ്ടാവൂ? ശൗര്യമുണ്ടാവൂ. അറിവില്ലാത്തവന് ശൗര്യം ഉണ്ടാവത്തില്ല. അത് ഏത് കലയിലായാലും അറിവുള്ളവന് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ശൗര്യം. അപ്പോൾ വീരത്തോടൊപ്പം എന്തും ഇഴചേർന്ന് നിൽക്കുന്നു? ശൗര്യവും ഇഴചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ മരത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത്, വീരമരം. അപ്പോൾ മരം എന്ന് പറഞ്ഞത് ഒരു പഴന്തമിഴാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഈ മരത്തിൽ നിന്നും ഒരു പേര് വന്നിട്ടുണ്ട്, മരവൻ. മരവൻ, മരവൻ എന്ന് വെച്ചാൽ പോരൻ, പോരാളി എന്നാണ് അതിൻ്റെ അർത്ഥം. മരവൻ. ആ മരവനാണ് പിന്നീട് നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഒരു മൊഴി മാറി മറവൻ എന്ന് കേൾക്കാൻ തുടങ്ങിയത്. കേട്ടോ. അപ്പോൾ സംഘകാലത്തിലെ കുടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർക്കുടിയാണ് മറവക്കുടി. നമുക്ക് അത് മറക്കാനേ പറ്റത്തില്ല. കാരണം ഈ തെക്കേ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മറവക്കൊടി ഇല്ലാതെ ഒരു ചരിത്രവും നമുക്കില്ല, ഒരു യുദ്ധങ്ങളും നമുക്കില്ല. അത് നമ്മുടെ അയ്യപ്പൻ്റെ ചരിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് മറവൻ
അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അപ്പോൾ മറവക്കുടി എന്ന് പറയുന്ന സംഘകാലത്തെ വീരക്കുടി എത്രമാത്രം ആരാധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ വീരമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ശ്ലേഷ്മാതകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വനത്തിൽ ജനിക്കാൻ പോകുന്നതും ആരാണ്? മറവന്മാരാണ്, വീരന്മാരാണ്, പോരാളികളാണ്. അവരാണ് രാവണാദി കുമാരന്മാർ. മനസ്സിലായില്ലേ? അറിവിൽ അവരെ ജയിക്കാൻ അസാധ്യമാണ്. ശാരീരിക ബലത്തിൽ അവരെ ജയിക്കാനായിട്ട് അസാധ്യമാണ്. അത്തരത്തിലുള്ള രാക്ഷസന്മാർ രക്ഷിക്കുന്നവരായിട്ടുള്ള കുലത്തിലാണ് രാവണാദികൾ ജനിക്കാൻ പോകുന്നത്. കണ്ടില്ലേ? ആ ഒരു വനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എത്ര ആഴത്തിലുള്ളതാണെന്നൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ TV സീരിയലിലും സിനിമയിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ അറിവിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് അതിലൊക്കെ ചിത്രീകരണങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ഈ വനത്തിൽ, ഈ ശ്രേഷ്മാതക വനത്തിൽ, വീരമരത്തിൻ്റെ കാടുകളിൽ, വനത്തിൽ നമ്മുടെ വിശ്രവസും കൈകസിയും അങ്ങനെ സസന്തോഷം വാണു. അങ്ങനെ ആ ശ്ലേഷ്മാതക വനത്തിൽ, വീരമരവനത്തിൽ, ആ വീരമരക്കാട്ടിൽ വിശ്രവസും കൈകസിയും സസുഖം താമസിച്ചു. അങ്ങനെ ഇരിക്കെ കൈകസി ഗർഭിണിയായി. അപ്പോൾ ഈ ശ്ലേഷ്മാതക വനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്ലേഷ്മാതകം തന്നെ ഒരു മരുന്നു മരമാണ്. അപ്പോൾ ആ വനത്തിനുള്ളിൽ ധാരാളം മരുന്നുകളുണ്ട്. അപ്പം മരുന്നുണ്ടെങ്കിൽ അവിടെ ആരും കാണും? മരുത്തുവന്മാരും കാണും. മരുത്തുവൻ എന്ന പേരിൻ്റെ അർത്ഥം വൈദ്യൻ എന്നാണ്. ചികിത്സിക്കുന്നവൻ, വൈദ്യൻ, ചികിത്സകൻ. മരുത്തുവൻ എന്ന പേര് ഉണ്ടായത് മരുന്ന് എന്ന വാക്കിൽ നിന്നാണ്. ഇപ്പം നമ്മൾ പണ്ട് ഒരു പാട്ട് നമുക്ക് പരിചിതമായിട്ടുള്ളതുണ്ട്. മരുന്തോ നല്ല മരുന്ത്, വറ്റുമരുന്ത്, നീറ്റുമരുന്ത്, മരുന്തോ നല്ല മരുന്ത്. അപ്പോൾ മരുന്ത്, ഔഷധം എന്ന വാക്കിൽ നിന്നാണ് മരുത്തുവൻ എന്ന പേരുണ്ടായത്. അപ്പോൾ ധാരാളം മരുത്തുവന്മാരും മരുത്തുവത്തികളും അവിടെ ഉണ്ട്. അപ്പോൾ മരുത്തുവ പെണ്ണുങ്ങൾ പതുക്കെ കൈകസിയുടെ ആ വിശേഷങ്ങളൊക്കെ തിരക്കാനായിട്ട് അവിടെ വന്നും പോയും നിന്നു. ഔഷധങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ആ പ്രസവ സമയം അടുത്തു. കൈകസി മനോഹരനായിട്ടുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് പ്രസവിച്ച് വീണപ്പോൾ ആ പ്രദേശമാകെ ഒരു പ്രകാശം പരന്നു. ആളുകളെല്ലാം ഇത് എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ പ്രകാശം ആ കുഞ്ഞിൻ്റെ മുഖത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ കോടിക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വെച്ചാൽ എന്ന പോലെയുള്ള പ്രഭയാണ് ആ മുഖത്തു നിന്ന് വരുന്നത്. ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വെച്ചാൽ, അതായത് ദശകൾ കത്തിച്ചു വെച്ചാൽ എന്നതുപോലെ. മനസ്സിലായില്ലേ? പ്രകാശപൂരിതമായിട്ടുള്ള വിളക്കിന് പറയുന്ന മറ്റൊരു പേരാണ് ദശ. അതെവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അത് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നാണ്, ആനനത്തിൽ നിന്നും. അപ്പോൾ മുഖത്ത് നിന്നും പ്രകാശം പരത്തുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് അവരൊരു പേര് കൊടുത്തു, ദശാനനൻ. അപ്പോൾ അറിവിൻ്റെ പ്രകാശം പരത്തുന്ന കുഞ്ഞാണ് ജനിച്ചു വീണത്. നമ്മൾ നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും മോശക്കാരാവില്ല എന്ന്. അപ്പോൾ അറിവിൻ്റെ കീർത്തിക്കും അറിവിൻ്റെ തൂമണത്തിനും പിറന്ന ആ കുഞ്ഞും അറിവിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ടാണ് പിറന്നു വീണത്. ആ വിജ്ഞാനത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ പ്രകാശം
3 ലോകങ്ങളിലേക്കും വ്യാപിച്ചു. അതങ്ങ് ദേവലോകത്തിലും എത്തി. അപ്പോൾ ഈ അറിവിൻ്റെ പ്രകാശം വരുമ്പോഴത്തേക്ക് വിഷമം ഉള്ള കുറേ ആൾക്കാരും അതിനെ ആകാംക്ഷയോടെ കാണുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അറിവിനെ 2 തരത്തിലാണ് ആൾക്കാർ സമീപിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ദശാനനൻ്റെ ആ കുഞ്ഞിൻ്റെ ജനനം വളരെ വിശേഷമായിട്ട് തോന്നി. അവരൊക്കെ ആ കുഞ്ഞിൻ്റെ പുകഴ് പാടാൻ തുടങ്ങി. അങ്ങ് ദേവലോകത്തിൽ ഈ പ്രകാശം ചെന്ന് പതിച്ചു. ദേവന്മാരൊക്കെ ഒന്ന് ഞെട്ടി. ദേവന്മാരുടെ രാജാവായിരിക്കുന്ന സഹസ്ര ഭഗൻ എന്ന് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ദേവേന്ദ്രൻ ഒന്ന് അന്ധാളിച്ചു. അദ്ദേഹം ചാരന്മാരോട് കാര്യം തിരക്കി. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേവേന്ദ്രൻ്റെ ഉള്ളിലെ ദുഃഖവും അസൂയയും ഒക്കെ കലർന്ന ഒരു ദേഷ്യം ഉണ്ടായി. അദ്ദേഹവും പരിവാരങ്ങളും ആ കുഞ്ഞിനെ നോക്കി അസൂയയോടെ, ദുഃഖത്തോടെ. കാരണം ഈ അറിവ് എന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒരു കുന്തം പോലെയാണ്, അല്ലെങ്കിൽ മൂർച്ചയുള്ള ഒരു വാൾത്തല പോലെയാണ്. അത് അജ്ഞാനികൾക്ക് ഭയമുണ്ടാക്കുകയും വിജ്ഞാനികൾക്ക് ആനന്ദം തരികയും ചെയ്യും. ഈ അറിവ് കുറച്ചുണ്ട് എന്ന് ധരിക്കുന്ന കുറച്ച് ആൾക്കാർ അറിവ് കൂടിയ ആൾക്കാരെ കാണുന്നത് അസൂയയോട് കൂടിയായിരിക്കും. അതുകൊണ്ടാണ് ഈ അറിവ് നമ്മുടെ സമൂഹത്തിൽ ചില ബുദ്ധിശാലികൾ പാർശ്വവൽക്കരിച്ചത്. എന്ന് വെച്ചാൽ അറിവ് കുറച്ചു പേർക്കേ നേടാൻ സാധിക്കാവൂ, ഞങ്ങൾക്ക് മാത്രമേ അറിവ് കയ്യിൽ വയ്ക്കാനുള്ള അധികാരം ഉള്ളൂ, മറ്റുള്ളവർക്കൊന്നും അതിനുള്ള അധികാരമില്ല എന്നൊക്കെ നിയമാവലികളുണ്ടാക്കി മനുഷ്യരെ പല തട്ടുകളിലായിട്ട് തിരിച്ചു നിർത്തിയ ആ ബുദ്ധി കൗശലക്കാർ ദേവേന്ദ്രനെ പോലെയുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് എപ്പോഴും ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് വെറുപ്പും ദുഃഖവും അസൂയയും ഒക്കെ കലർന്ന ഒരു ദേഷ്യം അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പാകമുള്ളതാണ് അറിവെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അറിവിൻ്റെ പ്രകാശവുമായിട്ടാണ് നമ്മുടെ കുഞ്ഞ്, അതായത് ദശാനനൻ, അങ്ങനെ ഈ ഭൂമിയിൽ പിറന്ന് വീണ് കിടക്കുന്നത്. മരുത്തുവ പെണ്ണുങ്ങളൊക്കെ ആ കുഞ്ഞിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. കുഞ്ഞ് വളരെ സന്തോഷവാനായി. അറിവിൻ്റെ പ്രകാശം പരത്തുന്ന ആ കുഞ്ഞ് മെല്ലെ ഒന്ന് ചിരിച്ചു. എല്ലാവരും ആ കുഞ്ഞിൻ്റെ ആ ചിരി കണ്ട് അതിനെ ആസ്വദിച്ചു നിന്നു. കാരണം അറിവാണ് ചിരിക്കുന്നത്. ആ ചിരി സാധാരണമായിട്ടുള്ള ഒരു ചിരി ആയിരിക്കില്ല. അപ്പോൾ ദശാനനൻ എന്ന് വിളിക്കപ്പെട്ട ആ കുഞ്ഞ് മെല്ലെ ഒന്ന് ചിരിച്ചു. ആ കുഞ്ഞ് മെല്ലെ ഒന്ന് കരഞ്ഞു. അതിൻ്റെ ഒലി മുമ്പ് ആ കുഞ്ഞിൻ്റെ ആ മുഖത്തു നിന്നുണ്ടായ പ്രകാശം പോലെ എല്ലാ ലോകങ്ങളിലേക്കും വ്യാപിച്ചു. അങ്ങനെ വ്യാപിച്ചപ്പോൾ ചിലർക്കത് നാദമായിട്ടും ചിലർക്കത് കഠോരമായിട്ടുള്ള സ്ഫോടമായിട്ടും അനുഭവപ്പെട്ടു. ഈ നാദവും സ്ഫോടവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സംഗീതം അറിയാവുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ് നാദം, സ്ഫോടം. നാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് സുഖം തരുന്ന, ഇമ്പമുള്ള, മനോഹരമായിട്ടുള്ള ശബ്ദവീചിയാണ് നമ്മൾ പറയുന്നത് നാദം. നമ്മുടെ ചെവിക്ക് ഇമ്പം നൽകാത്ത എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ സ്ഫോടം എന്നാണ് പറയുന്നത്. ആ സ്ഫോടത്തിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് നാദമായിട്ടും കുറച്ച് പേർക്ക് സ്ഫോടമായിട്ടും അനുഭവപ്പെട്ടു. ദേവേന്ദ്രൻ്റെ സിംഹാസനമൊക്കെ ഒന്ന് ആടി ഉലഞ്ഞു. അതെന്താ കാര്യം? ആ ശബ്ദം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് ഒരു പ്രതികരണമായിരുന്നു. അതായത് അസമത്വത്തിനും അനാചാരത്തിനും എതിരെയുള്ള
ഒരു പ്രതികരണം. അതിൻ്റെ ഒലിക്ക് ഒരു താക്കീതുണ്ടായിരുന്നു. അത്തരത്തിൽ അറിവ് പ്രകാശിക്കുമ്പോൾ സമൂഹത്തിൽ ഈ പറയുന്ന അനാചാരികൾക്കും അസമത്വവാദികൾക്കും ഒക്കെ അലോസരമുണ്ടാവും. ഇന്നുമുണ്ട്. അതാണല്ലോ ഇന്ന് ഈ അറിവ് മൂടി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അറിവിനെ വികലമായിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നതും അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അറിവിനെ വികലമാക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നത് ഈ കാര്യം കൊണ്ടാണ്. ശരിയായ അറിവെന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മൂർച്ചയുള്ളൊരു ആയുധമാണ്. അത് അസമത്വത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ പൊരുതും, അതിനെതിരെ പ്രതികരിക്കും. അത് ഈ ശബ്ദത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഒലിയിൽ. അതുകൊണ്ടാണ് ഇത് കുറച്ചു പേർക്ക് നാദമായി അനുഭവപ്പെട്ടത്. കാരണം ഈ പറയുന്ന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമ്പത്തും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യം അവർക്ക് നാദമാണ്. അപ്പോൾ രാവണൻ്റെ ഈ ഒലി, അദ്ദേഹത്തെ രാവണൻ എന്ന് വിളിക്കാൻ കാരണം തന്നെ ഇതാ, ഈ രവമാണ്, ഈ ശബ്ദം. രവം എന്ന് വെച്ചാൽ ശബ്ദം. ഇത്രയും ശക്തമായ ശബ്ദമുണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിലാണ് രാവണൻ എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങിയത്. രാവണൻ, ഉഗ്ര രവം ഉണ്ടാക്കിയവൻ. ആ രവത്തിന് 2 രീതികളും ഉണ്ടായിരുന്നു. ഒന്ന് നാദമാണ്, ഒന്ന് സ്ഫോടമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയായപ്പോൾ ദേവന്മാർക്കും ദേവേന്ദ്രാദികൾക്കും ഒന്നും ഇരിപ്പുറയ്ക്കാതെ വന്നു. അപ്പോൾ അവർ വളരെ അസൂയയോടുകൂടി മുമ്പേ പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ നോക്കിക്കാണാൻ തുടങ്ങി. ഈ കുഞ്ഞിനെ പ്രതിരോധിക്കാനുള്ള അടവ് നയങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദം തന്നെ പ്രതിരോധമാണ്, പ്രതികരണമാണ്, അതുപോലെ താക്കീതുമാണ്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഇത് അനാചാരികളും അസമത്വവാദികളുമായിട്ടുള്ള ദേവേന്ദ്രാദികൾക്ക് സഹിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ആ കുഞ്ഞിനെ അത്രയും വിദ്വേഷത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണാൻ തുടങ്ങിയത്. അങ്ങനെ ആ കുഞ്ഞ് മനോഹരമായിട്ട് ശാന്തനായി അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇനി അടുത്തതൊക്കെ മറ്റു വിശേഷങ്ങളാണ്, കുംഭകർണാദികളുടെ വിശേഷങ്ങളാണ്. അതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം. വളരെ സന്തോഷം, വളരെ നന്ദി.